ഇത്ര ഈ ഉണ്ണി മുകുന്ദൻ മാർക്കൊക്കെ ഇറങ്ങി ഇപ്പൊ ഹിറ്റായിട്ടിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദനെ ഇടയ്ക്ക് വെച്ച് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന സമാജം സ്റ്റാർ എന്നൊക്കെയായിരുന്നു. കാരണം ഉണ്ണി മുകുന്ദൻ ഒരു സംഘി പരിവേഷമൊക്കെ കൊടുത്തായിരുന്നു ഇത്രയും കാലം നിർത്തിയിരുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പം ഷൈനികവുമായിട്ട് നേരത്തെ നടത്തിയിരുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഷൈനിക അതിനകത്ത് ഉണ്ണി മുകുന്ദന്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടല്ലോ, UMF എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതെ, അതിനകത്ത് ഊംഫി എന്നൊരു പദം ചേർത്തുകൊണ്ട് കളിയാക്കുന്ന ഒരു രീതിയിൽ ഷൈനിക എന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞത്, ഷൈനികവും ബാബുവിനും കൂടെ. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ അത് വലിയ രീതിയിൽ ബാബുരാജും കൂടെ സോഷ്യൽ മീഡിയ ഇന്ന് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഊമ്പി, ഒറ്റ വാക്ക് പറഞ്ഞ ഊമ്പി. ആരാണ് ഊമ്പി എന്നുള്ളത് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. കാരണം മാർക്കോ പുറത്തിറങ്ങിയതോടുകൂടി പാൻ ഇന്ത്യ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. ഷൈൻ നിഗം ഇപ്പോഴും ഈ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് പറയാം അല്ലേ. വലിയ ഹിറ്റുകളൊന്നും അടുത്തിടെ ഷെയിൻ്റെതായിട്ട് വന്നിട്ടുമില്ല. ഒന്നോ രണ്ടോ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, നല്ലൊരു കലാകാരനാണ്, നല്ല രീതിയിലാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ രീതിയിൽ വാർത്തകൾ നിറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ മട്ടാഞ്ചേരി മാഫിയയുടെ ആളുകളാണ് ഇവരൊക്കെ. അതെ, ആ സന്ദീപ് വാര്യർ പാർട്ടി മാറിയതോടുകൂടി മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്, അതിനെക്കുറിച്ചുള്ള വാർത്തകളും വരുന്നത് കുറഞ്ഞു. മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണ് ഷെയ്ൻ നിഗം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ളൊരു കോക്കസ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഷെയ്ൻ നിഗം എന്നാണ് പറയുന്നത്. മാത്രമല്ല പലരും ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഒരു കോൺസ്പിറൻസി തിയറികളാണ്. ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഈ നേരത്തെ തുടക്കത്തിൽ രാഹുൽ പറഞ്ഞതുപോലെ സംഘി പരിവേഷം ഉണ്ണി മുകുന്ദൻ എങ്ങനെ വന്നു? ഉണ്ണി മുകുന്ദൻ സംഘിയാണോ? ആണോ? എന്റെ അറിവിലല്ല. ഉണ്ണി മുകുന്ദൻ ശാഖയിൽ പോകുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മോദിയുമായിട്ട് ചെറിയ അടുപ്പമുണ്ട്. മോദിയുമായിട്ട് നാളെ മോദി തിരുവനന്തപുരത്ത് വന്നാൽ രാഹുൽ ഒരു ഫോട്ടോ എടുക്കാൻ അനുവാദം കിട്ടിയാൽ രാഹുൽ എടുക്കില്ലേ? എടുക്കുമായിരിക്കാം. ഞാനാണെങ്കിലും എടുക്കും. പിണറായി വിജയനോടൊപ്പം ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ എടുക്കും. രാഷ്ട്രീയമൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം. അദ്ദേഹത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയമൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ജനിച്ചു വളർന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി ആരാധനയോടെ അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പിന്നീട് വളർന്നു വന്ന സാഹചര്യമൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ആരാധനയോടെ നോക്കി കാണുന്ന ഒരാൾ. പിന്നെ അദ്ദേഹം ഒരു ഭക്തനാണ്, വിശ്വാസിയാണ്. അത് വിശ്വാസി എന്ന് ഉദ്ദേശിക്കുന്നത് സംഘിയാണോ? പണ്ട് AK ആന്റണി നടത്തിയൊരു ഒരു പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ ഒരു പരാമർശമുണ്ട്. ഈ ചന്ദനക്കുറി തൊടുന്ന ആളുകളൊക്കെ BJP-ക്കാരാണെന്ന് ധരിക്കരുതെന്ന് BJP-ക്കാരെ കുറിച്ച് CPM-കാരോട് ഉപദേശം നൽകിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് AK ആന്റണി. ഇപ്പം ഞാൻ ദിവസവും അമ്പലത്തിൽ പോകുന്നില്ലെങ്കിലും ഞാനൊരു വിശ്വാസിയാണ്. അല്ല, അത് ചിലർ നേടിക്കൊടുക്കുന്ന പട്ടമാണ്. ഇപ്പൊ ഞാൻ പറയാം, മാധ്യമ പ്രവർത്തകരെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവര് CPM-ന് അനുകൂലമായിട്ട് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായി പറയുന്നവരുണ്ട്. അവരെ ആ ഒരു ന്യൂസിന്റെ ബേസിസിൽ മാത്രം കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയ കൃത്യമായി അതായിരിക്കില്ല. പലപ്പോഴും അങ്ങനെയല്ല. വാർത്തകൾ ചെയ്യുന്നത് മാനേജ്മെന്റ് താല്പര്യം അനുസരിച്ചല്ലേ. അതെ. ഇപ്പം ഞാൻ ജനം TV-യിൽ വർക്ക് ചെയ്ത ആളാണ്. ജനം TV-യിലെ ഏറ്റവും അടുത്ത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ വരെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്ത് പോയിട്ടുണ്ട്, ഇപ്പോഴും ജോലി ചെയ്യുന്നുമുണ്ട്. അതല്ലാത്ത ആളുകളുണ്ട്. കൈരളിയിൽ സംഘപരിവാർ രാഷ്ട്രീയമുള്ള ആളുകൾ ജോലി ചെയ്യുന്നില്ലേ? അതൊക്കെ ഈ മാനേജ്മെന്റിന്റെ താല്പര്യം അനുസരിച്ച് വാർത്തകൾ ചെയ്യുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ സിനിമകളും ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഈ മട്ടാഞ്ചേരി മാഫിയ, സംഘ പരിവേഷം, ഇതൊക്കെ ഈ കലയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുള്ള. അദ്ദേഹത്തെ ഒരു സമയം വരെ അടിച്ചൊതുക്കി വെച്ചിരുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ആ ഒരു സമാജം സ്റ്റാർ എന്ന ലേബലിൽ അത് ഉണ്ണി മുകുന്ദന് തിരിച്ചടിയാണോ അല്ലെങ്കിൽ അനുകൂലമാണോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട്. മാളികപ്പുറം എന്ന സിനിമ
ഇവിടെ വലിയ രീതിയിൽ ഹിറ്റാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിവേഷം ധരിച്ചു. പിന്നെ ആ സിനിമയുടെ ക്വാളിറ്റി, മറ്റൊന്ന് ശബരിമല എന്ന വൈകാരികമായ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെതിരെ ഇടത് സർക്കാർ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. യുവതികളെ പ്രവേശിപ്പിച്ചു, അതിന്റെ ഒരു പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി. അതിനെല്ലാം അപ്പുറത്തേക്ക് തന്നെ മലയാളികൾ നല്ലൊരു സിനിമയാണെങ്കിൽ അത് ഏറ്റെടുക്കില്ലേ? തീർച്ചയായും അത് തന്നെയാണല്ലോ, അത് നല്ലൊരു സിനിമയാണല്ലോ. അത് ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചത് കൊണ്ട് അതൊരു മോശം സിനിമയാണെന്ന് പറയാൻ സാധിക്കുമോ? അതിന് പിന്നീട് അതിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിലൊന്നും സ്ഥാനം പിടിച്ചില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം. അല്ലാതെ അത് മോശം സിനിമയാണോ? അല്ലല്ല, ഒരിക്കലുമല്ല. കാരണം അത് ഒരു മറ്റൊരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സിനിമയാണ്. അല്ലേ? രാഹുൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ രീതിയിൽ? കാരണം അത് ശബരിമലയിൽ പോകുന്ന മാളികപ്പുറങ്ങളെ സംരക്ഷിക്കാൻ അവിടെ എത്രത്തോളം പോലീസ് സജ്ജമാണ് എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് സത്യത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സിനിമയാണ്. സർക്കാരിന്റെ പോലീസ് എങ്ങനെയാണ് ശബരിമലയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ കുട്ടികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നത് പറഞ്ഞു വയ്ക്കുന്ന സിനിമയല്ലേ? അതിലെങ്ങനെയാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം വരുന്നത്? ഇത് ഒന്നുമില്ല രാഹുൽ. ഇത് ഒരാളെ ഒരു കുപ്പായം അണിയിപ്പിക്കുകയാണ്, സംഘി അല്ലെങ്കിൽ സുഡാപ്പി, മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞ് അണിയിക്കുകയാണ്. പിന്നീട് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി കുറേ പേര് സ്വയം വരികയാണ്. അത് നല്ലതിനാണോ ചീത്തയാണോ എന്ന് പിന്നീടാണ് ഈ ഉടുപ്പ് അണിഞ്ഞ ആൾക്ക് മനസ്സിലാവുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ? പക്ഷേ ഞാനൊരു കാര്യം പറട്ടെ, ഇപ്പൊ മാർക്കോ സിനിമ ഇറങ്ങി, ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളി ഒരാൾക്ക് എങ്ങനെ സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ, മോഹൻലാൽ ഒരു നായർ സമാജം, അല്ലെങ്കിൽ NSSന്റെ മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ ഒരു മാപ്പിള നടൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണോ മലയാളികൾ? അങ്ങനെ വന്നാൽ തന്നെ അത് കലയും സാഹിത്യ രംഗത്തും കലയിലും ഒക്കെ അതൊക്കെ സാധിക്കുമോ? MD വാസുദേവൻ നായർ നായരുടെ എഴുത്തുകാരനായി. അത് കുറച്ച് വിവരം കെട്ട ആളുകൾ സവർണ എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മരിച്ചപ്പോൾ ചില ചാനലുകളും ചില സംഘടനകളൊക്കെ രംഗത്ത് വന്നിരുന്നു. അതൊക്കെ അങ്ങനെയുള്ളൂ. അങ്ങനെയൊന്നും അല്ല കലാകാരന്മാരെയൊന്നും കാണണ്ട, അങ്ങനെയല്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ വിഡിത്തമാണ്. അത് ഈ കലാകാരനും മോശമാണ്. ആ കലാകാരന് മോശം എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ മാർക്കോ എടുത്തിരിക്കുന്നത് അതിന്റെ നിർമ്മാതാവും സംവിധായകനൊക്കെ ആരാണ്? മുസ്ലിം. അതെ, ഒരു മുസ്ലിം സഹോദരങ്ങളായ കലാകാരന്മാരാണ് ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ഈ ഉണ്ണിമുകുന്ദനെ അതുവരെ സപ്പോർട്ട് ചെയ്ത ചില ആളുകൾ, ചില വിദ്വാൻമാർ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ചില ആളുകളൊക്കെ വിമർശിക്കുന്നത് കണ്ടു. സമാജം സ്റ്റാറിന്റെ യഥാർത്ഥ മുഖം കണ്ടില്ലേ എന്ന്. ഈ സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുക്കൾ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റുമോ? ഈ മാർക്കോ എന്നുള്ള സിനിമ അത് സിനിമയാണ്. അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെട്ടു. പാൻ ഇന്ത്യ സിനിമയായി. കാരണം 100 കോടിക്ക് മേൽ കളക്ഷൻ നേടി. ഹിന്ദിയിൽ തന്നെ ഡബ് ചെയ്ത് പലരും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. മലയാള മാധ്യമങ്ങൾ അത് കണ്ടില്ല എന്നേ ഉള്ളൂ. മറ്റൊരു താരമായിരുന്നെങ്കിൽ മലയാള മാധ്യമങ്ങൾ ഇതിനകം തന്നെ അഭിമുഖങ്ങൾ എടുത്തേനെ. ഇത് തീർച്ചയായും ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന വിധത്തിലാണ്. മാത്രമല്ല മലയാളത്തിലെ പല നടന്മാരും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ KGF, പുഷ്പ, അതിനൊക്കെ ശേഷം മലയാളികളിൽ നിന്ന് ഒരു സിനിമയാണ് വരുന്നത്. തീർച്ചയായും. എന്തായാലും ഷെയ്ൻ നിഗം, അതിലാണോ നമ്മൾ തുടങ്ങിയത്? അദ്ദേഹം എന്ന് പറഞ്ഞ ആ ഊമ്പി എന്ന ഡയലോഗ്, അത് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഉണ്ണിമുകുന്ദൻ വിജയിച്ചതുകൊണ്ടാണ്. ഉണ്ണിമുകുന്ദൻ പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ, അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തെ ആരും അത്ര ഗൗരവത്തോടെ എടുത്തിരിക്കില്ല. അപ്പോൾ എന്തായാലും ഷെയ്ൻ നിഗത്തിനെക്കാട്ടും ഉയരത്തിൽ ഉണ്ണിമുകുന്ദൻ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ രാഷ്ട്രീയവും മതം ഇതൊക്കെ തന്നെ സിനിമയുമായി കൂട്ടിക്കൊടുക്കുന്നത് എന്തായാലും ആർക്കും ഭൂഷണമല്ല. പിന്നെ ഈ നടന്മാരെയും എഴുത്തുകാരനെയും സിനിമാ പ്രവർത്തകരെയൊക്കെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് കാണുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല.